എം.എസ്. സുബ്ബലക്ഷ്മി പുരസ്കാരം കെ.ജെ. യേശുദാസിന്. നടൻ എസ്.ജെ. സൂര്യ, നായിക സായി പല്ലവി, സംവിധായകൻ ലിംഗുസ്വാമി എന്നിവർക്ക് 2021 കലൈമാമണി പുരസ്കാരവും ലഭിച്ചു. നടൻ വിക്രം പ്രഭു, ഗാനരചയിതാവ് വിവേക എന്നിവർക്ക് 2022 പുരസ്കാരം ലഭിച്ചപ്പോൾ നടന്മാരായ മണികണ്ഠൻ, ജോർജ് ആര്യൻ, സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രൻ, ഗായിക ശ്വേത മേനോൻ, ഡാൻസ് കൊറിയോഗ്രാഫർ സാൻഡി മാസ്റ്റർ എന്നിവർക്ക് 2023 പുരസ്കാരം ലഭിച്ചു. പുരസ്കാരങ്ങൾ ഒക്ടോബറിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ സമ്മാനിക്കും. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, വിശദാംശങ്ങൾ. തമിഴ്നാട് ഗവൺമെന്റിന്റെ തന്നെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് കലൈമാമണി പുരസ്കാരം. ഈ കലൈമാമണി പുരസ്കാരത്തിന് 2021, 22, 23 വർഷങ്ങളുടെ പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ. അതിൽ എം.എസ്. സുബ്ബലക്ഷ്മി പുരസ്കാരം ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അഭിമാനകരമായ ഒരു നേട്ടവുമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നുള്ളത് വേണം പറയാൻ. അതോടൊപ്പം തന്നെ 2021 കലൈമാമണി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന നായകൻ എസ്.ജെ. സൂര്യയാണ്. എസ്.ജെ. സൂര്യ നിലവിൽ തന്നെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഇപ്പോൾ കമ്മിറ്റ് ചെയ്യുന്ന താരവും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എന്റർടൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു താരവും കൂടിയാണ്. എസ്.ജെ. സൂര്യയുടെ 2021 പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സായി പല്ലവി നിലവിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നായികയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സംവിധായകൻ ലിംഗുസ്വാമിയുടെ ചിത്രങ്ങളായ പയ്യ, അഞ്ചാൻ തുടങ്ങിയ സിനിമകൾക്കുള്ള കോൺട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ലിംഗുസ്വാമിക്ക് 2021 അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സെറ്റ് ഡിസൈനർ എം ജയകുമാറിനും സ്റ്റണ്ട് കൊറിയോഗ്രാഫറായ സൂപ്പർ സുബ്ബയ്യനും കലാമാമണി പുരസ്കാരം 2021 ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2022 വരുമ്പോഴേക്കും നടൻ വിക്രം പ്രഭുവിനാണ് നായകന്റെ കൂട്ടത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗാനരചയിതാവായ വിവേക, ഇപ്പോഴും തമിഴ് കമേഴ്ഷ്യൽ സിനിമകളിൽ ഏറ്റവും കൂടുതൽ മുൻനിരയിൽ നിൽക്കുന്ന ലിറിക് റൈറ്ററാണ് വിവേകയോടൊപ്പം തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറായ ഡയമണ്ട് ബാബുവിനും അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് 2022 കണക്കുകൾ. 2023 വരുമ്പോഴേക്കും നടൻ മണികണ്ഠൻ, പ്രത്യേകിച്ച് ലവർ, കുടുംബസ്ഥൻ തുടങ്ങിയ സിനിമകളിലെ ഗുഡ് നൈറ്റ് എന്നീ സിനിമകളുടെ പ്രകടനത്തിലാണ് നടൻ മണികണ്ഠന് അവാർഡ് ലഭിക്കുന്നത്. ജോർജ് മാരിയനാണ് മറ്റൊരു താരം. ജോർജ് മാരിയൻ, നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാവും. കൈദി എന്ന സിനിമയിൽ നെപ്പോളിയനായിട്ട് അഭിനയിച്ചത് ജോർജ് മാരിയനാണ്. ജോർജ് മാരിയന്റെ ആ ഒരു പുരസ്കാരം എടുത്തു സൂചിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് സംഗീത സംവിധായകനായ അനിരുദ്ധ് രവിചന്ദ്രൻ. അനിരുദ്ധ് ആവട്ടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. നിലവിലുള്ള മിക്ക താരങ്ങളുടെയും സിനിമകൾ മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധാണ്. അനിരുദ്ധിനും 2023 കലൈമാമണി പുരസ്കാരം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വീണ്ടും ഒരു അഭിമാന നേട്ടമായിട്ട് മലയാളികൾക്ക് പറയാൻ സാധിക്കുന്നത് ശ്വേത മോഹന് മികച്ച പ്ലേബാക്ക് സിംഗറായിട്ട് അവാർഡ് ലഭിക്കുന്നു 2023. അതോടൊപ്പം തന്നെ സാൻഡി മാസ്റ്റർ ആദ്യം ഡാൻസ് കൊറിയോഗ്രാഫർ ആണെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ അഭിനയത്തിലേക്കും സാൻഡി മാസ്റ്റർ കടന്നിരിക്കുന്നു. ഇപ്പോൾ ലോക എന്ന സിനിമയിലും വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന ബബ്ബപ്പ എന്ന മലയാള സിനിമയിലും സാൻഡി മാസ്റ്റർ ഉണ്ട്. അങ്ങനെ മലയാള സിനിമയിലും സാൻഡി മാസ്റ്റർ തിളങ്ങി നിൽക്കുന്നു. തമിഴിലും സാൻഡി മാസ്റ്ററിന്റെ പ്രകടനം അഭിനയത്തിലും തിളങ്ങി നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ കൊറിയോഗ്രാഫർ എന്ന രീതിയിൽ, ഡാൻസ് കൊറിയോഗ്രാഫർ എന്ന രീതിയിലാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ അവാർഡായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നതാണ് കലൈമാമണി പുരസ്കാരം. ഒക്ടോബർ മാസത്തിൽ മുഖ്യമന്ത്രിയായ എം.കെ. സ്റ്റാലിൻ അവാർഡ് വിതരണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. തമിഴ്നാട് സർക്കാരിന്റെ സുപ്രധാനമായ സിനിമാ പുരസ്കാരങ്ങൾ, സംഗീത മേഖലയിലെ പുരസ്കാരങ്ങളടക്കം മലയാളികൾക്കടക്കം ലഭിച്ചു.